എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 90 ഇന്ന് ആരംഭിക്കണം. അവസാനത്തേതായിട്ടുള്ള ഈ 90ാമത്തെ അധ്യായത്തില് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഗൃഹസ്ഥലീല സംക്ഷേപിച്ചു പറയാണ്. നിരോധം എന്ന ദശമസ്കന്ധത്തിന്റെ ലക്ഷണം ഉപസംഹരിക്കുകയാണ്. വൃന്ദാവനത്തിലെ വല്ലവകളെ പോലെ തന്നെ ഭഗവാന്റെ അതിലാളനങ്ങളെ ഏൽക്കാൻ സാധിച്ച രുക്മിണ്യാദി ദേവിമാർക്കും എല്ലായ്പ്പോഴും ശ്രീകൃഷ്ണ സ്മരണ എന്നത് അവർക്ക് സ്വാധീനമായി. നിമിഷാർദ്ധം പോലും ഭഗവാനെ മറന്നിരിക്കാൻ അവര് അശക്തകളായിരുന്നു. സർവേന്ദ്രിയങ്ങളും സ്വാഭാവികമായി ഭഗവാനിലേക്ക് പ്രവഹിക്കുക എന്നുള്ളതാണ് നിരോധം. ഭഗവാന്റെ പുത്ര പൗത്ര വംശം സംഖ്യമാണ്, പറയാൻ പറ്റില്ല. 3,88,000 ആചാര്യന്മാര് കുട്ടികളെ പഠിപ്പിക്കാൻ തന്നെ ദ്വാരകയിലുണ്ടായിരുന്നു. അപ്പോ വലിയവരുടെ സംഖ്യ എത്രയായിരിക്കും? അത് ഊഹിച്ചാൽ മതി. ഇപ്രകാരം യോഗേശ്വരന്മാർക്കു കൂടി അചിന്യമാം വണ്ണമുള്ള തന്റെ ദിവ്യലീലകള് ഭഗവാൻ ലോകം മുഴുവൻ വ്യാപിപ്പിച്ചു. ഈ ലീലകള് ഗംഗയേക്കാൾ പവിത്രവും സുലഭവുമാണ്. സ്നേഹിക്കുന്നവർക്ക് എന്ന പോലെ ദേഷിക്കുന്നവർക്കും ഭഗവാൻ മോക്ഷം കൊടുത്തു. പ്രകാരമുള്ള ഭഗവത് ലീലകളെ ശ്രവിക്കുന്നവർക്ക്, എല്ലാം ഉപേക്ഷിച്ച് കഥാശ്രവണം ചെയ്യുന്നവർക്കും കഥ പറയുന്നവർക്കും പരമപുരുഷാർത്ഥ ലാഭം തന്നെയാണ് ഫലം എന്നതാണ് ഫലശ്രുതിയും കൂടി പറയുന്നു. 90ാമത്തെ അധ്യായത്തോടു കൂടിയിട്ട് ദശമസ്കന്ധം ഇവിടെ സമാപിക്കുകയാണ്. ഭഗവത് ലീലകള് ഇനി ഏകാദശ സ്കന്ധത്തിലേക്ക് പ്രവേശിക്കണം. അഥ ശ്രീമദ് ഭാഗവത ദശമസ്കന്ധ 90തമോധ്യായ. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൻ സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേൻ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം പാദാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. കഥാമയം ഭാഗവതാഭിധാനം ഹരേ തനും തേ ചരിതേ ത്വദീയൈ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദാച്യുത മാരുതേശ. ഗംഗണപതേ നമഃ. സംസരസ്വതേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ശുക ഉവാച. സുഖം സ്വപുര്യാം നിവസൻ ദ്വാരകായാം ശ്രിയപതി സർവസമ്പൽ സമൃദ്ധായാം ജുഷ്ടായാം വൃഷ്ണിപുംഗവൈ. യദുവംശത്തിന്റെ അഭിവൃദ്ധി അങ്ങനെ കാരണസഹിതം വർണ്ണിക്കുകയാണ്. ശ്രീകൃഷ്ണന്റെ അപ്രാകൃത മഹിമ കരതലാമലകം പോലെ കണ്ടുകൊണ്ടിരിക്കുന്ന ശ്രീ ശുകാചാര്യര് ഭക്തനായിട്ടുള്ള പരീക്ഷത്തിനോട് വർണ്ണിച്ച് പ്രേമഭക്തിയുടെ ആധിക്യത്താൽ അശ്രുധാരകൾ ഒലിപ്പിച്ചുകൊണ്ട് പണ്ഡിത പാമരന്മാരെ ഒരുപോലെ അനുഗ്രഹിക്കാനായി ഭഗവാൻ സ്വീകരിച്ച പരമസുഖമയായ ആ ലീല പിന്നെയും സ്മരിച്ചുകൊണ്ട് രാജാവിനോട് പറയാണ്. ശ്രീ ശുകാചാര്യർക്ക് ഭഗവാന്റെ കഥകൾ ഇങ്ങനെ വർണ്ണിക്കുമ്പോൾ പലപ്പോഴും സമാധിയിലാണ്ട് പോവും, പലപ്പോഴും ഗൽഗതം കൊണ്ട് വാക്കുകൾ കിട്ടില്ല. പരീക്ഷിത്തും അതുപോലെ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഭക്തൻ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് പറയാനും കൂടുതൽ ഉത്സാഹം. പിന്നെയും
ഭഗവാന്റെ ലീലകൾ ഇങ്ങനെ സ്മരിക്കുമ്പോ തന്നെ അശ്രുധാരകൾ ഇങ്ങനെ കണ്ണിൽ നിന്ന് ഒഴുകുകയാണ്. ആ ലീലകള് പിന്നെയും രാജാവിനോട് പറയുകയാണ് ശ്രീ ശുഖബ്രഹ്മർഷി. രുക്മിണിയായി അവതരിച്ചിരിക്കുന്ന ലക്ഷ്മി ദേവിയുടെ ഏകാന്ത വല്ലഭനായ ഭഗവാൻ ശ്രീ വാസുദേവൻ ഗൃഹസ്ഥാശ്രമികളെ ആനന്ദിപ്പിക്കാനായി പരമസുഖസ്ഥാനമായിരിക്കുന്ന ഗൃഹസ്ഥധർമ്മം തികച്ചും തന്റെ ലീലകൾക്ക് ഉചിതങ്ങളായ സർവസമ്പത്തുകളുടെയും സമൃദ്ധിയോടുകൂടിയതുമായ ദ്വാരകയിലെ സ്വരാജധാനിയില് സുഖമായിട്ട് അങ്ങനെ താമസിക്കുകയാണ്. സ്ത്രീഭിശ്ചോത്തമവേഷാഭി നവയൗവനകാന്തിഭി കന്തുകാദിഭി ഹർമ്മേഷു ക്രീഡന്തീഭി തടിത്യുഭി. ദ്വാരകാപുരിയെ വർണ്ണിക്കുകയാണ്. ആനന്ദിപ്പിക്കാൻ ഉചിതമായ ഉത്തമ വേഷത്തോടു കൂടിയവരും ഓരോ ദിവസവും ഓരോ വിധം വസ്ത്രാഭരണങ്ങൾ ധരിച്ചുകൊണ്ടും ദേവാംഗനകളുടെ അവതാരമാകയാൽ പുതിയ പുതിയ യൗവനത്തോടും കാന്തിയോടും കൂടിയവരും ഹർമ്മ്യങ്ങളിൽ പന്തുകളി, പാട്ട്, നർത്തനം മുതലായ കളികൾ നിമിത്തം 4 ഭാഗത്തും ചലിച്ചുകൊണ്ടിരിക്കയാൽ മിന്നൽ പിണരെന്ന പോലെ അങ്ങുമിങ്ങും പ്രകാശിക്കുന്നവരുമായ സ്ത്രീകളാൽ സേവിക്കപ്പെട്ടതായിരുന്നു ശ്രീകൃഷ്ണപുരിയായ ദ്വാരക. നിത്യം സങ്കുലമാർഗായാം മദച്യുദ്ഭിർമദംഗജൈഃ സ്വലംകൃതൈർപടൈരശ്വൈ രഥൈശ്ച കനകോജ്വലൈഃ. മദജലം ഒഴുകിക്കൊണ്ടിരിക്കുന്ന മത്തഗജങ്ങളും ഉടുപ്പുകൾ ഇട്ട് അലങ്കരിച്ച ഭടന്മാരും കോപ്പണിഞ്ഞ കുതിരകളും സ്വർണമാലകളും മറ്റും കൊണ്ട് അലങ്കരിച്ച തേരുകളും ദ്വാരകാപുരിയുടെ മാർഗങ്ങളിൽ എല്ലാ ദിവസവും ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ഉദ്യാനോപവനാഢ്യായാം പുഷ്പിതദ്രുമരാജുഷു നിർവിശൽ ഭൃംഗവിഹഗൈ നാദിതായാം സമന്തത. സമീപത്ത് ഉള്ള വൃക്ഷങ്ങള് നിറഞ്ഞിരിക്കുന്ന കാടുകള്, അതിമനോഹരമായിരിക്കുന്ന പൂന്തോട്ടം, പുഷ്പിച്ചു നിൽക്കുന്ന വൃക്ഷനിരകളിൽ വന്നിരിക്കുന്ന ആ വണ്ടുകളുടെയും പക്ഷികളുടെയും ശബ്ദങ്ങളെ കൊണ്ട് 4 ഭാഗത്തും ഇങ്ങനെ കേൾക്കാം. പക്ഷികളുടെ കളകള ശബ്ദം. അങ്ങനെ അതിമനോഹരമാണ് ദ്വാരക. എത്ര വർണ്ണിച്ചാലും മതിയാവാത്ത ശില്പമനോഹരമായ ദ്വാരക. രേമേ ഷോഡശസഹസ്രപത്നീനാം ഏകവല്ലഭ താവത് വിചിത്രരൂപോസൗ തൽഗേഹേഷു മഹർദിഷു. 16,000 പത്നിമാർക്കു കൂടി ഒരേ ഭർത്താവായ ശ്രീകൃഷ്ണൻ അതിവിചിത്രങ്ങളായ 16,000 രൂപങ്ങൾ സ്വീകരിച്ചിട്ട് മഹാസമൃദ്ധിയോടുകൂടിയ അവരുടെ ഭവനങ്ങളിൽ രമിച്ചു. എന്തൊരത്ഭുതാലെ. പ്രോൽഫുല്ലോൽപലകൽഹാരകുമുദാംഭോജരേണുഭി വാസിതാമലതോയേഷു കൂജൽ ദ്വിജകുലേഷു ച. ഈ 16,000 ഭാര്യമാരുടെയും ഭവനങ്ങളില് സുഖമായിട്ട് താമസിക്കാൻ വേണ്ടുന്ന സകല ഉപകരണങ്ങളും ഉണ്ടായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതാ വീടുകളിലുള്ള കുളങ്ങളെ വർണ്ണിക്കുകയാണ്. കുളങ്ങളില് വിരിഞ്ഞു നിൽക്കുന്ന നീലത്താമര, കൽഹാരം, ആമ്പല്, വെള്ളത്താമര മുതലായ പുഷ്പങ്ങളിൽ നിന്ന് ഉതിർന്നു വീണ പൊടികളാൽ വെള്ളം വാസനിച്ചുകൊണ്ടിരുന്നു. പൂക്കളുടെ ദളങ്ങളും തണ്ടുകളും കിഴങ്ങുകളും കൊത്തിത്തിന്നാനും വെള്ളം കുടിക്കാനുമായിട്ട് വന്നിരിക്കുന്ന പക്ഷിക്കൂട്ടങ്ങളുടെ കൂജനം അതിമനോഹരമായിരുന്നു. ഇപ്രകാരമുള്ള കുളങ്ങള് ഇവരുടെ ഭവനങ്ങളില് ഉണ്ടായിരുന്നു. ഇന്ദ്രിയങ്ങളെ ആനന്ദിപ്പിക്കാനുള്ള സാധന സാമഗ്രികൾ തികഞ്ഞതായിരുന്നു. അതാണ് അർത്ഥം. എന്തൊക്കെ സുഖങ്ങൾ വേണോ എല്ലാം അവിടെ ഉണ്ടായിരുന്നു ദ്വാരകയില്. അതാണ് വിജഹാര വിഗാഹ്യാംബോ ഹൃദിനീഷു മഹോദയ കുജകുങ്കുമലിപ്താംഗ പരിരബ്ധശ്ചയോഷിതാം. സ്ത്രീകളോട് ചേർന്ന് പലവിധ ക്രീഡകൾ ചെയ്തു ഭഗവാൻ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ജലക്രീഡ വർണ്ണിക്കുകയാണ്. ഹേമന്തകാലം, വസന്തകാലം, ഇങ്ങനെ ശൈത്യവും ഉഷ്ണവും ഉള്ള കാലങ്ങളില് ചൂടും തണുപ്പുമുള്ള ജലങ്ങൾ നിറയ്ക്കാൻ തക്കവിധം കെട്ടിപ്പടുത്തതും അത്ര അധികം സ്ത്രീകളോടുകൂടി ഇറങ്ങി കുളിക്കാൻ തക്ക വിസ്താരമുള്ളതും ഗൃഹങ്ങളുടെ പുരോഭാഗത്തിൽ നിർമ്മിക്കപ്പെട്ടതുമായ തടാകങ്ങളിലെ ജലത്തിൽ ഭാര്യമാരോടുകൂടി ഇറങ്ങി അവരാൽ ആലിംഗനം ചെയ്യപ്പെട്ടതിനാൽ അവരുടെ കുജങ്ങളിൽ തേച്ചിരുന്ന കുങ്കുമം പറ്റിയ ശരീരാവയവങ്ങളോടും മഹത്തായ സമ്പൽ സമൃദ്ധിയോടും കൂടിയ ശ്രീകൃഷ്ണൻ ഭാര്യാസഹിതനായി ജലക്രീഡ ചെയ്തു. ഉപഗീയമാനോ ഗന്ധർവൈ മൃദംഗപണവാനകാൻ വാദയഭിർമുദാ വീണാം സൂതമാഗധവന്ദിഭി. മൃദംഗാദിവാദ്യങ്ങളും വീണയും
സന്തോഷത്തോടെ വായിക്കുന്ന പാട്ടുകാരും സൂതമാഗധ വന്തികളും ഭഗവാന്റെ സമീപത്ത് നിന്ന് തൽക്കാലോചിത ഗാനങ്ങള്, പദ്യങ്ങള്, വംശവർണ്ണനങ്ങൾ ഇവ കൊണ്ട് ശ്രീകൃഷ്ണനെ കീർത്തിച്ചു കൊണ്ടിരുന്നു. അപ്പപ്പ ഉണ്ടാക്കിയ ഗാനങ്ങള്, അങ്ങനെയുള്ള ആ ഗാനങ്ങൾ കൊണ്ട് ഭഗവാനെ കീർത്തിച്ചു കൊണ്ടിരുന്നു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.